നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. വെള്ളൂർകുന്നത്ത് വാഹനമിടിച്ച് തകർന്ന ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു. കഴിഞ്ഞ ദിവസം വാഹനമിടിച്ച പോസ്റ്റ് അപകട ഭീഷണി ഉയർത്തുന്നു. അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. SNDP ജംഗ്ഷനിൽ വാഹനമിടിച്ച് റോഡിന്റെ കൈവരി തകർന്നു. ബുധനാഴ്ച രാത്രി 10:30ഓടെയാണ് അപകടം. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ കൈവരിയിലേക്ക് ഇടിച്ചു കയറിയത്. നഗരസഭാ ചെയർപേഴ്സന്റെ അടുപ്പക്കാരെ മുനിസിപ്പാലിറ്റിയിൽ നിയമിക്കാനുള്ള നീക്കം. BJP മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി മാർച്ച് നടത്തി. വെള്ളൂർകുന്നത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് മൂവാറ്റുപുഴ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ സമാപിച്ചു. ബജറ്റിൽ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിന് 225 കോടി രൂപയുടെ 29 വികസന പദ്ധതി. മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രൊജക്ടിന് 11 കോടി രൂപയും അനുവദിച്ചു. കായിക വിദ്യാർത്ഥികൾക്ക് തന്ത്രങ്ങൾ പകർന്ന് വേഗരാജകുമാരൻ ബെൻ ജോൺസൺ വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി. വാർത്തകൾ വിശദമായി. വെള്ളൂർകുന്നത്ത് വാഹനമിടിച്ച് തകർന്ന ഇലക്ട്രിക് പോസ്റ്റ് അപകട ഭീഷണി ഉയർത്തുന്നു. കഴിഞ്ഞ ദിവസം വാഹനമിടിച്ച് തകർന്ന ഇലക്ട്രിക് പോസ്റ്റാണ് അപകടാവസ്ഥയിലായി നിൽക്കുന്നത്. മൂവാറ്റുപുഴ വെള്ളൂർകുന്നത്ത് വാഹനമിടിച്ച് തകർന്ന ഇലക്ട്രിക് പോസ്റ്റ് അപകട ഭീഷണി ഉയർത്തുന്നു. മൂവാറ്റുപുഴ പ്രസ് ക്ലബ് മന്ദിരത്തിന് മുൻപിലെ ഇലക്ട്രിക് പോസ്റ്റാണ് കഴിഞ്ഞ ദിവസം വാഹനമിടിച്ച് തകർന്ന അവസ്ഥയിലായി നിൽക്കുന്നത്. ഒടിഞ്ഞ വൈദ്യുത പോസ്റ്റ് സമീപത്തെ മറ്റൊരു പോസ്റ്റിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ്. നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന മൂവാറ്റുപുഴ വെള്ളൂർകുന്നം MCA റോഡിന് സമീപത്താണ് അപകടം പതിയിരിക്കുന്നത്. കാൽനട യാത്രക്കാർക്കും സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്ന ഇരുചക്ര വാഹന യാത്രക്കാർക്കും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവർക്കും അപകട ഭീഷണി ഉയർത്തിയാണ് വൈദ്യുത പോസ്റ്റ് തകർന്നു നിൽക്കുന്നത്. തകർന്ന ഇലക്ട്രിക് പോസ്റ്റ് എത്രയും വേഗം മാറ്റാൻ KECB അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നഗരവാസികളുടെയും വ്യാപാരികളുടെയും ആവശ്യം. കായിക വിദ്യാർത്ഥികൾക്ക് തന്ത്രങ്ങൾ പകർന്ന് വേഗരാജകുമാരൻ വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി. ലോകം കണ്ട ഏറ്റവും വേഗമേറിയ മനുഷ്യരിൽ ഒരാളായ ബെൻ ജോൺസൺ വിദ്യാർത്ഥികളുമായി സംവദിക്കാനാണ് എത്തിയത്. കളിലെ സ്പ്രിന്റ് ഇതിഹാസം ബെൻ ജോൺസൺ വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുമായി സംവദിച്ചത് ശ്രദ്ധേയമായി. മൂവാറ്റുപുഴ കബനി പാലസിൽ നടന്ന പരിപാടിയിലാണ് തന്റെ അനുഭവങ്ങളെക്കുറിച്ചും തിരിച്ചടികളെ തരണം ചെയ്ത നിമിഷങ്ങളെക്കുറിച്ചും ബെൻ ജോൺസൺ പങ്കുവച്ചത്. തന്റെ അമ്മയെക്കുറിച്ചും ജമൈക്കയിലെ ബാല്യകാലത്തെക്കുറിച്ചും പറഞ്ഞപ്പോൾ ഇതിഹാസ താരം വികാര അതീതനായി. ജീവിത വിജയത്തിന് കഠിനാധ്വാനത്തോടൊപ്പം അചഞ്ചലമായ ലക്ഷ്യബോധവും വേണമെന്ന് ബെൻ ജോൺസൺ പറഞ്ഞു. ഉയർന്ന ലക്ഷ്യങ്ങളോട് അടുക്കുമ്പോൾ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ താൻ മെഡിറ്റേഷൻ ചെയ്യുമായിരുന്നുവെന്നും കുട്ടികളുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. I came from a good family, a good background. My father was a technician. He also was a farmer. My mother never worked until she left to go to Canada. So I came from a good family with 2 brothers, 1 died at birth, and 4 sisters. And I'm always going with girls. I got 3 granddaughters, 1 daughter. I got 5 sisters. So I'm always around with girls. So they're always fighting each other and yelling each other. So it's all good. They all love each other when you do that. But എബനേസർ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ കമാൻഡർ CK ഷാജി, സംവിധായകൻ മേജർ രവി, കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണർ റോയി വർഗീസ്, ഒളിമ്പ്യന്മാരായ KM ബിനു, P അനിൽകുമാർ, സിനി ജോസ്, അർജുന അവാർഡ് ജേതാവ് ജോസഫ് എബ്രഹാം, കനേഡിയൻ മാസ്റ്റേഴ്സ് മീറ്റ് താരം നീന ജോസ്, ദേശീയ ലോങ് ജംപ് താരം ഡോക്ടർ എലിസബത്ത്, സനിൽ P തോമസ്, പ്രിൻസിപ്പൽ ബിജുകുമാർ, പ്രധാന അധ്യാപിക ജിമോൾ K ജോർജ് എന്നിവർ പ്രസംഗിച്ചു. പ്രായത്തെ അതിജീവിക്കുന്ന ശാരീരിക ക്ഷമതയും നിറഞ്ഞ ചിരിയും ഉറച്ച വാക്കുകളുമായി ഹാള നിറഞ്ഞ വിദ്യാർത്ഥികളോടും ക്ഷണിക്കപ്പെട്ട അതിഥികളോടുമൊപ്പം ചിത്രങ്ങളും പോസ്റ്റ് ചെയ്താണ് ബെൻ ജോൺസൺ മടങ്ങിയത്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. SNDP ജംഗ്ഷനിൽ വാഹനമിടിച്ച് റോഡിന്റെ കൈവരി തകർന്നു. ബുധനാഴ്ച രാത്രി 10:30ഓടെയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ കൈവരിയിലേക്ക് ഇടിച്ചു കയറിയത്. മൂവാറ്റുപുഴ SNDP ജംഗ്ഷനിൽ വാഹനം ഇടിച്ച് റോഡിന്റെ കൈവരി തകർന്നു. SNDP ജംഗ്ഷനിലെ ആധാരം എഴുത്ത് ഓഫീസിനു മുന്നിലെ കൈവരിയാണ് ഇന്നലെ രാത്രി വാഹനമിടിച്ച് തകർന്നത്.
ബുധനാഴ്ച രാത്രി 10:30 നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ കൈവരിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യം മൂവാറ്റുപുഴ ന്യൂസിന് ലഭിച്ചു. നഗരവികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാളുകൾക്ക് മുൻപാണ് ഇവിടെ കൈവരി സ്ഥാപിച്ചത്. വാഹനം ഇടിച്ചതിനെ തുടർന്ന് പ്രദേശത്തെ കൈവരികൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. നഗരവികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടപ്പാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്നതിന് ഇടയിലാണ് റോഡിന്റെ കൈവരി വാഹനമിടിച്ച് തകർന്നത്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സന്റെ അടുപ്പക്കാരെ മുനിസിപ്പാലിറ്റിയിൽ നിയമിക്കാനുള്ള നീക്കത്തിനെതിരെ BJP മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി മാർച്ച് നടത്തി. വെള്ളൂർകുന്നത്തെ പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മൂവാറ്റുപുഴ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ സമാപിച്ചു. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സന്റെ അടുപ്പക്കാരെ മുനിസിപ്പാലിറ്റിയിൽ നിയമിക്കാനുള്ള നീക്കത്തിനെതിരെയും അത് ചോദ്യം ചെയ്ത BJP കൗൺസിലർമാരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പൊതുസമൂഹത്തിലും വ്യക്തിപരമായി അവഹേളിക്കുന്നതിനെതിരെയും പ്രതിഷേധിച്ചാണ് BJP മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത്. വെള്ളൂർകുന്നത്തെ BJP പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മൂവാറ്റുപുഴ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PP സജീവ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളൊന്ന് വിചാരിച്ചോളൂ, വരാൻ പോകുന്ന മൂന്നാമത്തെ ശനിയാഴ്ച ഈ കച്ചേരിത്താഴത്തുള്ള മുനിസിപ്പൽ ചെയർമാനിന്റെ ചെയറിലേക്ക് ആയിരക്കണക്കിന് BJPയുടെ NDAയുടെ പ്രവർത്തകര് നിർദ്ദേശങ്ങളുമായിട്ട് പരാതികളായിട്ട് വരും. നിങ്ങൾക്ക് താങ്ങുവാൻ കഴിയില്ല, അല്ലയോ ചെയർപേഴ്സൺ? നിങ്ങൾക്ക് താങ്ങുവാൻ കഴിയില്ല, കാരണം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രതിപക്ഷത്തെ കൗൺസിലർമാരെ കൈകാര്യം ചെയ്യുമെന്ന ചെയർപേഴ്സന്റെ ധാർഷ്ട്യം അനുവദിക്കില്ലെന്നും ഇടുക്കിയിൽ നിന്ന് എങ്ങനെ വന്നോ അങ്ങനെ തന്നെ തിരിച്ചു പോകേണ്ട അവസ്ഥയുണ്ടാകുമെന്നും കൗൺസിലറായ KS ജയകൃഷ്ണൻ നായർ പറഞ്ഞു. ഒരു കൗൺസിൽ തുടങ്ങി 1 മാസമായുള്ളൂ. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർക്ക് മറുപടി പറയാനില്ലാത്ത അവസരത്തിൽ അവർ മീറ്റിങ്ങുകൾ വിളിച്ചിട്ട് പറയുന്നത് ഇനി കൗൺസിൽ ഇത് ആവർത്തിച്ചാൽ ഞങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാമെന്നാണ്. അങ്ങനെ കൈകാര്യം ചെയ്യാൻ ഇവിടെ ആരെങ്കിലും തുനിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗങ്ങൾ വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. അങ്ങനെ ഒരു ധാർഷ്ട്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പണ്ട് വന്ന ഇടുക്കിയിലേക്ക് തന്നെ നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വരും. ഇടുക്കിയിൽ നിന്ന് എങ്ങനെ വന്നോ അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇടുക്കിയിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകും. മണ്ഡലം പ്രസിഡന്റ് T ചന്ദ്രൻ അധ്യക്ഷനായ മാർച്ചിൽ കൗൺസിലറായ G മനോജ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ET നടരാജൻ, അരുൺ P മോഹൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് മനക്കേക്കര, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ശ്രീജിത്ത് നാരായണൻ, അഡ്വക്കേറ്റ് CV ജോണി, ജില്ലാ സെൽ കോർഡിനേറ്റർ KK അനീഷ് കുമാർ, യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ചിയാൻ ശ്രീനാഥ് തുടങ്ങി ജില്ലാ മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികൾ മാർച്ചിൽ പങ്കെടുത്തു. Welcome to Vimalagiri International School, Muvatupura. Admissions are now open for the academic year 2026-2027. ബജറ്റിൽ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിന് മൊത്തം 225.70 കോടി രൂപയുടെ 29 വികസന പദ്ധതികൾക്ക് ഇടം നൽകിയതായി മാത്യു കുഴൽനാടൻ MLA.
ബജറ്റിൽ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിന് മൊത്തം 225.70 കോടി രൂപയുടെ 29 വികസന പദ്ധതികൾക്ക് ഇടം ലഭിച്ചതായി മാത്യു കുഴൽനാടൻ MLA. ഗതാഗതം, കാർഷികം, കായികം, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ മേഖലകളെ സമഗ്രമായി പരിഗണിച്ചുള്ള പദ്ധതികളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുകയും പായിപ്ര മേഖലയുടെ വികസനത്തിന് കരുത്താകുകയും ചെയ്യുന്ന അമ്പലമ്പടി വീട്ടൂർ റോഡിന് 3.5 കോടി രൂപ അനുവദിച്ചു. മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രൊജക്ടിന് 11 കോടി രൂപയും അനുവദിച്ചു. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ പൊതുജനാരോഗ്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. CITU മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി CK സോമൻ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ, കോതമംഗലം, പിറവം ഏരിയകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്താണ് പൊതുജനാരോഗ്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചത്. CITU മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി CK സോമൻ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ 10-25 ആളുകൾ വന്ന് ആശുപത്രിയുടെ പരിസര ശുചീകരണമാണ്. ഒരു 10-12 വർഷം മുമ്പ് ശുചീകരണത്തിന് വരുമ്പോഴുള്ള സ്ഥിതി എന്തായിരുന്നു അറിയാമോ? ഈ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ മൂവാറ്റുപുഴ ഗവൺമെൻറ് ആശുപത്രിയാണ്. അപ്പോൾ നമ്മളത് ചെന്ന് നോക്കി മൂവാറ്റുപുഴ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് നേരത്തെ ആളുകൾ വന്ന് ചീട്ടെടുത്ത് പോയി, ഇത്തിരി മരുന്ന് മേടിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. 12 മണിയായപ്പോൾ OP എല്ലാം അടയ്ക്കുക. ഇപ്പോഴോ KGNA ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സ്മിത ബക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി MA, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഉണ്ണി ജോസ്, സംസ്ഥാന കമ്മിറ്റി അംഗം ബേസിൽ P. എൽദോസ്, രോഹിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തോട്ടത്തിൽ ഫാഷൻ ജുവലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ പേട്ട പടിഞ്ഞാറേ വട്ടത്തിൽ ഉസ്മാൻ 70 നിര്യാതനായി. സംസ്കാരം നടത്തി. ഭാര്യ CH ആമിന, മക്കൾ PU ഷബന, PU ഷംല, PU ഭീമ, മരുമക്കൾ ഷമീർ, ഷിജു, മാഹിൻ. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.